ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഷെയർ ചെയ്യുന്ന കാണാമോ? കാണാം മിസ്. എന്നാലും ഇന്നലെ ഞാൻ ഷെയർ ചെയ്തല്ല ഇന്ന് ചെയ്യുന്ന ഇന്നലത്തെ ആ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നില്ല കഫനെ കുറിച്ച്. അത് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ പുതിയ ഒരു ഇതാണ് നിങ്ങൾക്ക് ആ ഡിസ്പ്ലേയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിന്റെ ഞാൻ ലിങ്ക് ഇട്ട് തരാം. ആദ്യം നമുക്ക് ഇതിനകത്തുള്ള കഫൻ കഹാനിയുടെ സാരാംശം ഒന്ന് നമുക്ക് നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് മിസ്സേ. നോക്കിയോ അന്നേരം കഫൻ കഹാനി കെ മുഖ്യ പാത്ര ഘീസു ഹെ. അതായത് ഇതിന്റെ മെയിൻ ക്യാരക്ടർ ഘീസു ആണ്. ഘീസു അല്ല, രണ്ടുപേരാണ് ഇതിന്റെ മെയിൻ ക്യാരക്ടർ, മാധവ് ഓർ ഘീസു. ഈ പാരിവാരിക് മുഖ്യ ഹെ. അതായത് ഘീസു എന്ന് പറയുന്ന ആള് ആ ഫാമിലിയുടെ ഹെഡാണ് അല്ലെ. മുഖ്യ എന്ന് പറയുന്നത് ഇവിടെ അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണവരാണ് ആ ഫാമിലിയിലെ. ഉൻകെ പരിവാർ മേ കുൽ 3 സദസ്യ ഹെ. അതായത് ആ പരിവാറിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? അവരുടെ ആ ഫാമിലിയിലെ 3 പേര്. ഉൻകാ പുത്ര മാധവ് ഓർ ബഹു പുതിയ. അന്നേരം മകന്റെ പേരാണ് മാധവ്, ബഹുവിന്റെ പേരാണ് പുതിയ. ഇതെല്ലാം ഓർത്ത് വെച്ചേക്കണം. ക്വസ്റ്റ്യനകത്ത് 1 മാർക്കിനൊക്കെ ചോദിക്കും. മറ്റേ അച്ഛന്റെ പേര് ഘീസു, പിന്നെ അതുപോലെ തന്നെ മകന്റെ പേര് മാധവ്, ബഹുവിന്റെ പേര് പുതിയ. മനസ്സിലായോ? മനസ്സിലായി മിസ്. कहानी के दोनों प्रमुख घीसु और माधव ആലസി ഓർ കാംചോർ ഹെ. കംചോർ അല്ല, കാംചോർ എന്നാണ് കേട്ടോ. അന്നേരം ഈ കഹാനിയിലെ 2 കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? ഘീസു മാധവും. അവരുടെ സ്വഭാവം എങ്ങനെയാണ്? ആലസി ഓർ കാംചോർ ഹെ. അന്നേരം അത് 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മിക്ക സമയത്തും ചോദിച്ചിട്ടുമുണ്ട്. ഘീസു ഓർ മാധവ് കിസ് പ്രകാർ കെ വ്യക്തി ഹെ. അതിന്റെ ആൻസർ ആണ് ആലസി ഓർ കാംചോർ. അന്നേരം ഈ ഒരു ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ഇട്ട് തരും. അന്നേരം അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ, ഞാൻ പറയുന്ന എല്ലാം ക്വസ്റ്റ്യൻ എഴുതുകയും അതുപോലെ തന്നെ അതിന്റെ ആൻസർ എഴുതുകയും ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായി മിസ്. ഘീസു 1 दिन काम करता है और 3 दिन വിശ്രാം. അന്നേരം ഘീസു എന്ന് പറയുന്ന ആളുടെ സ്വഭാവമാണ് പറയുന്നത്. 1 ദിവസം ജോലി ചെയ്തു കഴിഞ്ഞാൽ 3 ദിവസം എന്ത് ചെയ്യും? വിശ്രമിക്കും. माधव भी आधा घंटा काम करता है और घंटा भर चिलम पीता रहता है. അന്നേരം മാധവിന്റെ സ്വഭാവമോ 1/2 മണിക്കൂർ ജോലി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ വരെ ബീഡിയും കുടിച്ച് അവിടെ ഇരിക്കും. ഗാവ് മേ കാം കി കമി നാ ഥി. അന്നേരം ഗാവിൽ ഇഷ്ടം പോലെ ജോലി ഉണ്ടായിരുന്നു, ജോലിയുടെ കുറവൊന്നും ഇല്ലായിരുന്നു. പരന്തു ഉൻ ദോനോ കോ കോയി മസ്ദൂരി പർ നഹി ബുലാത്ത ഥാ. പക്ഷെ 2 പേരെയും എന്തിനു വേണ്ടി വിളിക്കത്തില്ല? മസ്ദൂരിക്കില്ല, ജോലി ചെയ്യാനായിട്ട് ആരും വിളിക്കത്തില്ല. ഉൻകാ കാം ഥാ रात में कहीं से लकड़ी तोड़ लाना, खेतों से गन्ने, आलू या मटर चुरा लाना और वे उसी प्रकार से अपना पेट भरते थे. ഉൻകാ കാം ഥാ. കാം എന്തുവായിരുന്നു? രാത്രി സമയത്ത് എവിടെ നിന്നെങ്കിലും പോയി ഒളിച്ചും പാത്തും ഏതെങ്കിലും മരത്തിന്റെ ഈ കൊമ്പുകൾ മുറിച്ചുകൊണ്ട് വരും. അതുപോലെ തന്നെ ഭൂമി മറ്റുള്ളവരെ ഖേത്തിൽ നിന്നും ഷുഗർ കെയിൻ, ഗന്ന എന്ന് പറഞ്ഞ ഷുഗർ കെയിൻ മോഷ്ടിച്ചുകൊണ്ട് വരും. അതുപോലെ തന്നെ ആലു എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും, പൊട്ടറ്റോയ്ക്കാണ് ആലു എന്ന് പറയുന്നത്. അതുപോലെ മട്ടർ വെച്ചാൽ ഗ്രീൻ പീസ്. ഇതെല്ലാം ചുരാലാന എന്ന് വെച്ചാൽ കട്ടുകൊണ്ട് വരികയും അങ്ങനെയാണ് അവരുടെ വയറ് നിറച്ചുകൊണ്ടിരുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അവർ 2 പേരുടെ സ്വഭാവവും അവരെങ്ങനെയായിരുന്നു ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇൻകെ പാസ് ഘർ കെ നാം പർ എക് ഝോപ്പടി ഥി. എന്നുവെച്ചാൽ പേരിന് വേണ്ടി, വീടെന്ന് പറഞ്ഞ ഒരു പേരിന് വേണ്ടി എന്തൊരു കൊച്ചൊരു കുടിലായിരുന്നു. ഓർ ബാക്കി സമ്പത്തി കെ നാം പർ. അതുപോലെ തന്നെ ആ വീട്ടിനകത്ത് അവരെ പ്രോപ്പർട്ടി എന്ന് പറയാനായിട്ട് ഘർ മേ മിട്ടി കെ 2-4 ബർത്തൻ ഥേ. മണ്ണുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന 2-4 ബർത്തൻ എന്ന് വെച്ചാൽ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഫട്ടേ പുരാനെ കപ്പടെ പെഹൻകർ ദിൻ കാട്ട് രഹേ ഥേ. അതുപോലെ തന്നെ ഉടുക്കാനായിട്ട് കീറിയ വസ്ത്രങ്ങൾ മാത്രമായിരുന്നു അവർക്കുള്ളത്. ജബ് ബിൽക്കുൽ ഫാങ്കെ രഹ് ജാത്തെ तो कोई ना कोई बहाना बनाकर मांग कर खाते थे. जब ബിൽക്കുൽ ഫാങ്കി രഹ, ചിലപ്പോ ഒക്കെ ഈ നിവർത്തി കട്ടോണ്ട് വരാൻ പോലുള്ള നിവർത്തി ഇല്ലാത്ത സമയത്ത് എന്തോ ചെയ്യും? കോയി നാ കോയി ബഹാന, എന്തെങ്കിലും ഒക്കെ കള്ളത്തരം കാണിച്ച് മറ്റുള്ളവർ
കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. ജിസ്സെ ഏക് ബാർ ഉദാർ ലിയാ ദുബാര കബി ദിയാ നഹി. എന്നുവെച്ചാൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വല്ലതും കടമായിട്ട് പൈസ വല്ലതും മേടിച്ചോ അല്ലെങ്കിൽ സാധനങ്ങൾ വല്ലതും മേടിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അത് തിരിച്ചൊരിക്കലും അവര് കൊടുത്തിട്ടില്ല. യദി കോയി മാർത്താ പീഡ്താ തോ കോയി ഗം നഹി ഥാ. ആരെങ്കിലും അതിന്റെ പേരിൽ അടിക്കുകയോ പിടിക്കുകയോ എന്ത് ചെയ്താലും അവർക്കൊരു വിഷമവുമില്ല. നല്ല സുഖമായിട്ട് സന്തോഷത്തോടെ അടി വാങ്ങിക്കും. പക്ഷെ വാങ്ങിച്ച സാധനം തിരിച്ചു കൊടുക്കത്തുമില്ല. അതുപോലെ തന്നെ വയറ് നിറയ്ക്കാൻ വേണ്ടി കക്കുകയും മോഷ്ടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കർജ് സെ ലദേ ഥേ തോ ഭി ഇനെ കോയി ചിന്ത നഹി ഥി. ഇഷ്ടം പോലെ അവർ എന്തോത്തിൽ മുങ്ങിയിരിക്കുമായിരുന്നു. കർജ് കടത്തിൽ മുങ്ങിയിരിക്കുക. പക്ഷെ അതിലൊന്നും ഒരു ചിന്തയുമില്ല. വെച്ചാൽ അത് കൊടുക്കണ്ട, പിന്നെ എന്തിനാ ചിന്തിക്കേണ്ട കാര്യം. അഭിഷാപ് സെ ഘിർ കർ ഭി ആരാം സെ രഹ രഹേ ഥേ. അഭിഷാപ് എന്ന് പറഞ്ഞാൽ എന്താ, ദാരിദ്ര്യത്തിൽ നിറഞ്ഞു നിന്നിട്ട് പോലും അവര് എങ്ങനെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്? ആരാംസെ വെച്ചാൽ സുഖത്തോടു കൂടി തന്നെ, വെച്ചാൽ ഒരു ചിന്തയും ഇല്ലാതെ, ജീവിതത്തിനെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ എങ്ങനെയെങ്കിലും ഒക്കെ കഴിഞ്ഞു കൂട്ടി നല്ല സുഖമായിട്ടായിരുന്നു അവര് ജീവിച്ച. അവരുടെ ആ ജീവിതത്തിൽ അവര് സന്തോഷവാന്മാരായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി മിസ്. മനസ്സിലായി മിസ്. അന്നേരം ഇന്നലത്തെക്കാട്ടി ആ സ്റ്റോറി കുറച്ചുകൂടെ നല്ല ഇതായിട്ട് മനസ്സിലാവുന്നില്ലേ നിങ്ങക്ക്? മിസ്. घीसू के जीवन से 60 വർഷ നിക്കൽ ഗए थे. എന്നുവെച്ചാൽ 60 വയസ്സ് നിക്കൽ ഗए 60 വയസ്സ് കഴിഞ്ഞിരുന്നു. ഉസ്കി 9 സന്താനേ थी. യഥാർത്ഥത്തിൽ 9 മക്കൾ ഉണ്ടായിരുന്നു. പരന്തു ഉൻമേ സെ കേവൽ മാധവ് ഹി ബച്ചാ था. പക്ഷെ ഇപ്പൊ രക്ഷപ്പെട്ടതില് ഒരേ ഒരു മകനെ ഉള്ളായിരുന്നു, അതായിരുന്നു മാധവ്. अब മാധവ് भी अपना पिता के कदमों पर चल रहा था. അപ്പൊ മാധവും ആരുടെ സ്വഭാവത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്? അച്ഛൻ ഘീസുവിന്റെ സ്വഭാവത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. മാനോ അപ്നെ പിതാ കാ നാം റോഷൻ കർ റഹാ ഹോ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാമായിരുന്നു. എന്തോ പറയാം, ആ അച്ഛന്റെ പേര് കൂടുതൽ ഉയർത്തി കാണിക്കാൻ വേണ്ടി ജനിച്ച ഒരു മകനായിരുന്നു മാധവ്. എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരേ സ്വഭാവക്കാര്. ആ വില്ലേജിലുള്ള ഒറ്റ ആൾക്കാർക്ക് ഇവരുടെ സ്വഭാവം ഇഷ്ടമല്ലായിരുന്നു. ഗത് വർഷ പൂർവ ഹി മാധവ് കി ഷാദി ഹുയി ഥി. വെച്ചാൽ കഴിഞ്ഞ വർഷമായിരുന്നു മാധവിന്റെ കല്യാണം. ഉസ്കി പത്നി അത്യന്ത് ബോലി എവം മെഹനത്തി ഥി. ഭാര്യയാണെങ്കിൽ പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു, അതുപോലെ തന്നെ നിഷ്കളങ്കയും അതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്ത്രീ ആയിരുന്നു. ഉസ്നെ ആക്കർ ഉൻകെ ഖാൻദാൻ കോ കുച്ച് വ്യവസ്ഥിത് കിയാ ഥാ. അന്നേരം ഈ ബഹു വന്നാണ് അവരുടെ ഖാൻദാൻ, അയാളുടെ ആ ഘീസുവിന്റെ ആ ഫാമിലിയെ എന്തോ ചെയ്തത്, ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലോട്ട് കൊണ്ടുവന്നത്. വഹ ലോഗോ കെ ഘറോ മേ കാം കർത്തി. അന്നേരം മറ്റുള്ളവരുടെ വീട്ടിൽ, പുതിയ എന്താ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ജോലി ചെയ്യും. ഓർ മസ്ദൂരി കർക്കി, അതുപോലെ തന്നെ ഏതെങ്കിലും എവിടെങ്കിലും ഒക്കെ പോയി ജോലി ചെയ്തിട്ട് ഇൻ ദോനോ കാ പേട് ഭർത്തി ഥി. ഇവർ രണ്ടുപേരുടെയും വയറ് നിറയ്ക്കുമായിരുന്നു. അബ് യഹ് ദോനോ ജ്യാദ ആരാം പരസ്ത് ഹോ ഗയെ ഥേ. ഇപ്പോഴാണെങ്കിൽ, മുമ്പേ ആണെങ്കിൽ പിന്നെയും ആരും കൊടുക്കാനില്ലാത്തതുകൊണ്ട് കുറച്ചെങ്കിലും ജോലിക്കൊക്കെ പോകുമായിരുന്നു, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കട്ടും മോഷ്ടിച്ചു എങ്കിലും ഒക്കെ കൊണ്ടുപോയി. പക്ഷെ ഇപ്പം ഈ ബുധിയ വന്ന് അവരും വേറെ വീട്ടിൽ പോയി ജോലിയും ചെയ്ത് മസ്ദൂരിയും ചെയ്ത് എന്തോ ഇവർ രണ്ടുപേരുടെയും ഇഷ്ടം പോലെ വയറ് നിറയ്ക്കാനുള്ള ആഹാരമൊക്കെ കൊടുക്കും. അത് കാരണം ഇവര് കൂടുതൽ എന്തോ സ്വഭാവക്കാരായി ആരാം പരസ് വെച്ചാൽ കൂടുതൽ സുഖന്മാർ ആയി മാറി. विवाह के 1 वर्ष पश्चात മാധവ് की पत्नी ബുധിയ പ്രസവ വേദന സെ കരാ രഹി थी. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് മാധവിന്റെ ഭാര്യയായ ബുധിയ എന്ത് സംഭവിക്കുന്നു? പ്രസവ വേദന കൊണ്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. और झोपड़ के बाहर बाप बेटे दोनों कहीं से चुरा कर लाए आलुओं को बोल रहे थे. അച്ഛനും മകനും ആ സമയത്ത് എന്താ ചെയ്യുന്നത്? ആ കുടിലിന്റെ പുറത്ത് എവിടെ നിന്നോ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഉരുളക്കിഴങ്ങ് ചുട്ടോണ്ടിരിക്കുവായിരുന്നു. സർദിക്ക് ഠണ്ഡി രാത്രി, അന്നേരം നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു. ഗാവ് സോയാ പടാഥ, അന്നേരം ഗാവ് വില്ലേജിലുള്ളവരെല്ലാരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഝോപ്പടിക്ക് അന്തർ പുതിയ പ്രസവ വേദന സെ ചില്ലാ രഹി ഥി. പക്ഷെ ആ ഝോപ്പടിക്കകത്ത് പുതിയ പ്രസവ വേദന കൊണ്ട് നിലവിളിച്ചുകൊണ്ടിരുന്നു. ഇത്നി പീഡാഗ്രസ്ത് थी कि सुनने वाले का दिल दहल जाता था. ആ വേദന കൊണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുമായിരുന്നു. അന്നേരം അത് ആ നിലവിളി കേൾക്കുമ്പോൾ കേൾക്കുന്നവരുടെ മനസ്സ് തന്നെ അങ്ങ് വേദനിപ്പിക്കുമായിരുന്നു. അന്നേരം ഇത്രയും കാര്യങ്ങളാണ്
എന്തുവാ ആ തുടക്കത്തിൽ ആ കഹാനിയില് പറയുന്നത്. അന്നേരം 60 വയസ്സുകാരനാണ് ഖീസു. അന്നേരം ഖീസുവിന്റെ വയസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 60. അന്നേരം ഖീസു കിത്നി സാൽ കാ था 60 साल का. कितनी संतानें थी? 9 संतानें थी. അല്ലേ? और പിന്നെ മാധവ് की शादी किससे हुई थी എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുമായിട്ടാണ്? बुदिया के साथ. और बुदिया बुदिया का स्वभाव कैसा था എന്നുള്ളതിന്റെ ആൻസർ ആണ് മറ്റേത് എഴുതേണ്ട. बोली एवं मेहनती थी और उनके आने पर ही खानदान को कुछ व्यवस्थित किया था. फिर ഇത് എഴുതണം. वह लोगों के घर में काम करती और मजदूरी करके इन दोनों का पेट भरती थी. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, बुदिया क्यों करा रही थी? बुदिया क्यों करा रही थी? और झोपड़ के बाहर बाप बेटे क्या कर रहे थे? മനസ്സിലായല്ലേ? झोपड़ के बाहर बाप बेटे क्या कर रहे थे? ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. परंतु वे दोनों बुने हुए आलू खाने में लगे हुए थे. രണ്ടുപേരും എന്തിനാ? അവര് പാവ സ്ത്രീ ആ വേദന കൊണ്ട് എന്തോ കരയാണ്. ആ കരയുന്ന ആ ഒരു ഇത് ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് തന്നെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ആ കരച്ചിലായിരുന്നു. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അതിൽ ഒരു എന്തുവാ വിഷമവും ഇല്ല. അവർ രണ്ടുപേരും എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന വെളിയിൽ എന്താ ഇവർ രണ്ടുപേരും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെളിയിലിരുന്ന്? വേ ദോനോ ക്യാ കർ രഹേ थे? आलू पक दोनों बुने हुए आलू खा रहे थे. അന്നേരം ഇതിനകത്തൊരു അലാവ് കെ സാമനെ ബൈഠ് കർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് അലാവ് എന്നുള്ള പ്രയോഗം ചെയ്തിട്ടുള്ള അലാവ് എന്ന് പറഞ്ഞാൽ അടുപ്പിന്റെ മുമ്പിൽ बैठ कर वह बुने हुए आलू खा रहे थे. दोनों में से कोई बुदिया के पास नहीं जाना चाहता था. രണ്ടുപേരിൽ ആരും ആരുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല? दोनों कहा किसके पास नहीं जाना चाहते थे? बुदिया के पास. बुदिया के पास नहीं जाना चाहते थे. अगर इसका कारण क्या है? अगर इसका कारण यही है कि उनको एक दूसरे पर भरोसा नहीं था. അവർക്ക് തമ്മിൽ താൻ ഒരു വിശ്വാസമില്ലായിരുന്നു. घीसू ने माधव को बुदिया के पास जाने के लिए कहा. അന്നേരം घीसू പറഞ്ഞ് മാധവിന്റെ അടുത്ത് बुदिയയുടെ അടുത്ത് പോയി ഒന്ന് നോക്കാനായിട്ട്. अगर माधव को भय था कि अगर वह बुदिया को देखने झोपड़ी में गया तो घीसू सारे आलू खा जाएगा. अगर ആ സ്വന്തം ഭാര്യയുടെ വേദന കുറയ്ക്കാനല്ല അവൻ അന്നേരം ചിന്തിക്കുന്നത്. അന്നേരം അയാൾ എന്തിനാ ചിന്തിക്കുന്നത്? അയാൾക്കൊരു പേടി. എന്തിന്റെ പേടിയാണ്? അഥവാ ഞാൻ ബുദിയെ കാണാനായിട്ട് നോക്കാനായിട്ട് ഝോപ്പടിയുടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഖീസു എന്തോ ചെയ്യും? ആ മൊത്തവും ആലും സ്വന്തമായിട്ടങ്ങ് തിന്നും. അതുകൊണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ആ ഒരു മനസ്സിലെ ആ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് वे बुदिया के तड़प तड़प कर मरने से चिंतित नहीं थे. वह सोच रहे थे कि मगर बुदिया मर जाए तो अच्छा ही होगा क्योंकि वह इन सब दुखों से मुक्त हो जाएगी. अगर ഇവർ വിചാരിക്കുന്ന എന്തുവാ? വേ ബുദിയാക്കെ തടപ് തടപ് കർ മരണേ സെ ചിന്തിത് നഹി थे. എന്നുവെച്ചാൽ അവർ ഇത്രയും വേദനയോട് കൂടി മരിക്കുന്നതിൽ അവർക്ക് ഒരു വിഷമവും ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ അവര് ചിന്തിക്കുന്ന എന്താണ്? അതോ ബുദിയ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാ ദുഃഖത്തിൽ നിന്നും ഒരു മോചനം അവർക്ക് കിട്ടും. എന്തായാലും ഞങ്ങളെല്ലാം ഈ ദുഃഖം സഹിക്കുന്നു. പക്ഷെ ബുദിയ നല്ല സ്വഭാവക്കാരി. അന്നേരം ഇത്രയും വേദന അനുഭവിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് മരിക്കുന്നയാ നല്ലത്. ഇത്രയും മനസ്സിലായോ? അന്നേരം ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. दोनों बुदिया के पास जाना क्यों नहीं चाहते थे? അതിന്റെ ആൻസർ എന്തുവാ? दोनों को भरोसा नहीं था. एक दूसरे पर भरोसा नहीं. दोनों को भरोसा है. भरोसा है ആണോ? ഭരോസ नहीं था അല്ലേ? വിശ്വാസം ഇല്ലായിരുന്നു. ना था. अनरा घीसू ने माधव को बुदिया के पास जाने के लिए कहा तो माधव के मन में भय क्या था? अगर वह बुदिया को अकेला देखने चौबड़े में आ गया तो घीसू सारे आलू का खा जाएगा അല്ലേ? അതാണ് എന്റെ ആൻസർ.
अगर इन्हें നോക്കി അടുത്തത് आलू खाने के बाद दोनों ने पानी पिया और वहीं चादर ओढ़कर सो गए. അങ്ങനെ എന്തോ ഇത് വയറ് നിറച്ച് രണ്ടുപേര് ആലുവിൽ നിന്ന് വെള്ളവും കുടിച്ച് പിന്നെ ആ ദേഹത്ത് എന്ത് ചാദറുണ്ടാച്ച ഷീറ്റൊക്കെ ഇട്ട് നല്ല സുഖമായിട്ട് അതിന്റെ മുമ്പിൽ അലാവിന്റെ മുമ്പിൽ കിടന്നങ്ങ് ഉറങ്ങി. ബുദിയാക്കി കരാഹ് കൂനോനെ അൻസുനാ കരുതി. അന്നേരം ബുദിയ നിലവിളിക്കുന്നത് കേട്ടില്ലെന്നുള്ള ഒരു ഭാവം അവർ രണ്ടുപേരും നടിച്ചു. ബേചാരി രാത് ഭർ തടപ്തി രഹി. പാവപ്പെട്ട ആ സ്ത്രീ രാത്രി മൊത്തം വേദന കൊണ്ട് പെടഞ്ഞുകൊണ്ടിരുന്നു. ഓർ അന്തതഹ ഉൻകെ പ്രാൺ പഖേരു. അങ്ങനെ അവസാനം അവരുടെ പ്രാൺ പഖേരു എന്ന് വെച്ചാൽ ഉൻകി മൃത്യു ഹോഗി. ബുദിയ മർ ഗയി. ഉസ്കാ ബച്ച പേറ്റ് മേ ഹി മർ ഗയാ ഥാ. അവരുടെ ആ കുട്ടി വയറ്റിൽ തന്നെ വെച്ച് മരിച്ചു പോയിരുന്നു. सुबह उठकर देखा तो मरी पड़ी बुदिया के मुख पर मक्खियां भिनभिना रही थी. അന്നേരം രാവിലെ എണീറ്റ് ഇവർ രണ്ടുപേരും ചോപ്പടിക്കകത്ത് നോക്കിയപ്പം എന്താണ് കണ്ടത്? ആ ബുദിയയുടെ മുഖത്ത് നാല് ചുറ്റും എന്തോ മഖ്യ ഭിൻഭിന വെച്ചാൽ ഈച്ചകൾ ഇങ്ങനെ അത് ചുറ്റിനും പറന്ന് നടക്കുന്നതായിട്ടാണ് കണ്ടത്. സാരാ ശരീർ ലഹു സെ സലാ ഹുവാ ഥാ. അന്നേരം ശരീരം മൊത്തവും ലഹു എന്ന് പറഞ്ഞാൽ എന്തോ ചോര കൊണ്ട് കുളിച്ചിരുന്നു. ദോനോനെ ബനാവട്ടി റോണ പ്രാരംഭിക്കുക. ബനാവട്ടി എന്ന് വെച്ചാൽ എന്താ, അവർക്ക് മനസ്സുകൊണ്ടല്ല അവർ കരയുന്നത്, ആർട്ടിഫിഷ്യൽ ആയിട്ട് കരയാൻ തുടങ്ങി. ഗാവ് ഇഖട്ടാഹു. അങ്ങനെ അവിടുത്തുള്ള നാട്ടുകാരെല്ലാം അവിടെ കൂടിച്ചേർന്നു. കോയി മൃത് ബുദിയ കോ ദേഖ്താ തോ കോയി ഉനെ സാന്ത്വന ദേതാ ഥാ. ചിലവർ വന്ന് മൃത് ബുദിയെ വന്ന് കണ്ടിട്ട് അവരെ വന്ന് ആശ്വസിപ്പിക്കുന്നു. അബ് ഉനെ ബുദിയ കെ ദാഹ സംസ്കാർ കെ ലിയെ ലക്കടിയാം ഓർ കഫൻ കി ചിന്ത ഥി. അന്നേരം ഇപ്പം എന്തോത്തിന്റെ ചിന്തയായിരുന്നു? ബുദിയാക്ക് ദാഹ സംസ്കാരക്ക് ലക്കടി എന്ന് വെച്ചാൽ ഇനി എങ്ങനെയാണ് ദാഹ സംസ്കാരം ചെയ്യണം. ദാഹ സംസ്കാരം ചെയ്യണം, ഈ ലക്കടിയും വേണം, അതുപോലെ തന്നെ കഫനും വേണം. അതിനെ കുറിച്ച് ഇവർ രണ്ടുപേരും ചിന്തിക്കാൻ തുടങ്ങി. അന്നേരം ആലു അന്നേരം വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആലു ഖാനെ കെ ബാദ് ദോനോനെ ക്യാ കിയ. എന്തോ ചെയ്തത്? पानी पिया और वही चादर ओढ़ कर सो गए. സോ ഗയ അല്ലേ? സോ ഗയ. പിന്നെ ബുദിയ बुदिया के पास वह कब आया, वे दोनों कब आए और आते ही उन्होंने क्या किया? अगले सुबह हाँ बुदिया के पास नहीं वह और आ वह गया. रोने दोनों लगे. बनावटी रोना शुरू कर दिया. लिए इसे सुनकर कौन इकट्ठा हो गए? ग्रामवासी. गांव के लोग गांव के लोग वहां आ गए. लिए और उन्होंने क्या किया? मृदु बुदिया को देखते सांत्वना देता. कोई किसी ने मृत बुदिया की ओर देखा और कोई उन्हें सांत्वना देने लगे. और अब उन दोनों की चिंता क्या थी? लकड़ियां और कफन दाह के बारे में संस्कार के लिए चिंता थी. लकड़ियां और कफन की चिंता. दाह संस्कार के लिए लकड़ियां और कफन की चिंता थी. पर दोनों रोते रोते जमींदार के पास गए. അങ്ങനെ ഇത് മേടിക്കണമെങ്കിൽ പൈസ വേണ്ടേ? കഫൻ ലക്കടി പിന്നെ അവിടെ എല്ലാം 4 ഇതുകൊണ്ട് കിട്ടും, ആൾക്കാരെ എല്ലാം ഇത് ചെയ്യുമെന്നറിയാം. പക്ഷെ കഫൻ മേടിക്കണമെങ്കിൽ പൈസ വേണം. അന്നേരം രണ്ടുപേരും കരഞ്ഞ് നിലവിളിച്ച് ആരടുത്തേക്ക് പോയി? ജമീന്ദാറിന്റെ അടുത്തേക്ക് പോയി. आंखों में दीनता के आंसू भरकर घीसू ने जमीन पर सिर रखकर कहा, सरकार बड़ी विपत्ति में हूँ, माधव की घरवाली गुजर गई है. तरह दोनों रोते रोते किसके पास गए? जमींदार के पास गए. और वह आंखों में दीनता के आंसू भरकर കണ്ണില് ആ ദയനീയമായിട്ടുള്ള കണ്ണുകളില് കണ്ണുനീര് നിറച്ചോണ്ട് ഹീസു ആ ജമീനിലിരുന്നുകൊണ്ട് പറഞ്ഞ്, എന്നുവെച്ചാൽ തല കുനിച്ച് പറഞ്ഞ്, സർക്കാർ വെടി വിപത്തിമേ ഹോ, ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടിലാണ്. മാധവ് കി ഗർവാലി ഗുസർ ഗയി ഹെ. മാധവ് കി ഗർവാലി എന്ന് വെച്ചാൽ മാധവിന്റെ ഭാര്യ മരിച്ചുപോയി. രാത് ഭർ ഹം ഉസ്കി സേവ കർത്തേ രഹെ. അല്ലെ, രാത്രി മൊത്തം ഞങ്ങള് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. ദവാ ദാരു സെ ജോ ഭി ഹോ സകാ സബ് കുച്ച് കിയ. അന്നേരം മെഡിസിനും അതുമെല്ലാം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം അവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തു.
വഹ് ഹമേ ദഗാ ദേഗി ആപ്കാ ഗുലാം. പക്ഷെ ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടും അവള് ഞങ്ങളെ വഞ്ചിച്ചിട്ട് പോയി. വഞ്ചിച്ചിട്ട് പോവുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇതെല്ലാം ചെയ്തിട്ടും അവള് ഞങ്ങളെ വിട്ടുപോയി. ആപ്കാ ഗുലാം, ഞങ്ങൾ നിങ്ങളുടെ ഗുലാമാണ്. അബ് ആപ്കെ സിവാ കോൻ ഉസ്കി മിട്ടി പാർ ലഗായേഗ. ഇനിയിപ്പം നിങ്ങളല്ലാതെ വേറെ ആരാണ് ഉസ്കി മിട്ടി പാർ ലഗായിച്ച് അവരെ ദഹസംസ്കാർ ചെയ്യിക്കാൻ സഹായിക്കുന്നത് ആരായിരിക്കാം? ജമീന്ദാർ ഉൻസെ ഘൃണ കർത്താ ഥാ. യഥാർത്ഥ ജമീന്ദാറിന് ഇവരെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഭയങ്കര വെറുപ്പായിരുന്നു ജമീന്ദാറിന് ഇവരുടെ അടുത്ത്. എന്ന് വെച്ചാൽ അതിന്റെ കാരണം മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? അവര് കൈസേ ലോഗ് ഥേ കാം ചോർ ഥേ, ഇല്ലേ? ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് ജോലിക്ക് പോകത്തില്ല. വേറെ ഒരാളാണെങ്കിൽ എങ്ങനെയാണ്? അര ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ, പിന്നെ അരമണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ എന്ത് ചെയ്യും? ആ ബീഡിയും വലിച്ചോണ്ട് അവിടെ ഇരിക്കും. അതുകൊണ്ട് എപ്പോഴെങ്കിലും ജോലി കാലിനെ കിട്ടാത്തപ്പോൾ മാത്രമേ ഇവരെ വിളിക്കത്തുള്ളൂ. അത് മാത്രമല്ല, ഭാര്യ ജോലി ചെയ്ത് ഇവരെ വയറ് നിറയ്ക്കാൻ തുടങ്ങിയപ്പം വിളിച്ചാൽ പോലും അവര് ചെല്ലത്തില്ലായിരുന്നു. ഇരട്ടി കൂലിയൊക്കെ ചോദിക്കും. അതുകൊണ്ട് ജമീന്ദാറിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പൊ മരിച്ച സമയത്ത് വന്ന് ചോദിച്ച കാരണം നാട്ടുകാർ എന്ത് പറയൂ എന്ന് വിചാരിച്ചാണ് വെറുപ്പോടുകൂടി എന്ത് ചെയ്ത് 2 രൂപ എറിഞ്ഞ് കൊടുത്തത്. മനസ്സിലായല്ലോ? जमींदार ने क्या किया? उनसे घृणा करता था, तथापि उसने 2 रुपए फेंक दिए. फिर जमींदार को देखा देखी बनिया महाजनों से पैसे दिए, कुल 5 जमा हो गए. അങ്ങനെ ആദ്യം ജമീന്ദാർ തന്നെ 2 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തുള്ള ഈ പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരും നാട്ടുകാരും എല്ലാം കൂടെ പിരിച്ച് അങ്ങനെ ടോട്ടൽ എത്ര രൂപയായി അവരുടെ കയ്യില്? 5 രൂപ ടോട്ടൽ അവരുടെ കയ്യില് കിട്ടി. കഹീസെ അനാജ് മിൽ ഗയാ തോ കിസീനെ ലക്കടി. ചിലവരുടെ പൈസ ഇല്ലാത്ത പാവങ്ങൾ എന്തോ ഇത് അയാൾക്ക് അനാജായിട്ട് കൊടുത്ത് പിന്നെ ലക്കടിയൊക്കെ കൊടുത്തു. അങ്ങനെ ദാസംസ്കാറിന്റെ എല്ലാ ലക്കടിയും അതുമെല്ലാം കയ്യിൽ കിട്ടി. പക്ഷെ 5 രൂപയും അവരുടെ കയ്യില് ഉണ്ടായിരുന്നു. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി മിസ്. മനസ്സിലായി മിസ്. उसके पास कितने रुपए इकट्ठा हो गए? 5 रुपए. 5 रुपए. 5 रुपए. जमींदार ने कितने रुपए दिए? 2 रुपए दिए. 2 रुपए. ആ നോക്കി അടുത്തത്. ആജ് പഹലി ബാർ വേ 5 रुपए മാലിക് ബനെ थे. ആദ്യമായിട്ടാണ് അവരുടെ കയ്യില് 5 രൂപ വന്നിരിക്കുന്നത്. 5 രൂപയുടെ മാലിക് അവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കയ്യിൽ അവരുടെ വന്നത്. കഫൻ ഖരീദിനെ ബാസാർ ചലേഗെ. അങ്ങനെ കഫൻ മേടിക്കാൻ വേണ്ടി എവിടേക്ക് പോയി? ബാസാർ, മാർക്കറ്റിലേക്ക് പോയി. ബാസാർ ജാക്കർ വേ സോച്ചനെ ലഗെ കോയി ഹൽക്കാ സ കഫൻ ലേ ലേ. അന്നേരം ബാസാറിൽ പോയിട്ട് വിചാരിക്കാൻ തുടങ്ങി. എന്താ വിചാരിക്കാൻ തുടങ്ങി? എന്തെങ്കിലും ചെറിയ ഒരു കഫൻ, അല്ലെങ്കിൽ ഹൽക്ക ചെറിയതല്ല, എന്നുവെച്ചാൽ എന്താ പ്രൈസ് കുറഞ്ഞത്, എന്നുവെച്ചാൽ കുറഞ്ഞ കഫൻ വാങ്ങിക്കാന്ന്. ലാഷ് ഉഠാത്തെ ഹുയെ രാത് ഹോ ജായേഗി. അതിന്റെ കാരണവും പറയുന്നുണ്ട്. നമ്മള് ബാസാറിൽ നിന്ന് കഫനൊക്കെ വാങ്ങിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് ബോഡി എടുക്കാൻ രാത്രിയാകും. കഫൻ പർ കിസ്കാ ധ്യാൻ ജായേഗ. പിന്നെ കഫൻ ആരായിരിക്കും നോക്കുന്നത്? ഇരുട്ടത്ത് ആർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറഞ്ഞയൊക്കെ കഫൻ മതി എന്നവര് ചിന്തിക്കും. उनके मन में विचार आया कि कैसा बुरा रिवाज है कि जीते जी तन ढकने को ना मिले, उसके मरने पर कफन चाहिए. ഇത് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞ കാര്യമാണ് അല്ലേ? അന്നേരം ആ സമയത്ത് അവരുടെ മനസ്സിലൊരു വിചാരം വന്നത് അത് യഥാർത്ഥത്തിൽ പ്രേംചന്ദിന്റെ ഒരു അഭിപ്രായമാണ് അല്ലേ? ഇതൊരു എന്ത് വൃത്തിയട്ട ഒരു കഷ്ടമാണ്. ജീവിതകാലത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ശരീരം മറയ്ക്കാനായിട്ട് നല്ല ഒരു തുണിയില്ല, പക്ഷെ മരിക്കുന്ന സമയത്ത് പുതിയ കഫൻ തന്നെ വേണം. കഫൻ ദേഖ്തേ ദേഖ്തേ സയോഗ് സേ വേ മധുശാല കെ പാസ് പഹുഞ്ച് ഗേ. അങ്ങനെ ഏറ്റവും കുറഞ്ഞ കഫൻ നോക്കി 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 അവസാനം ഏതോ ഒരു ദേവി പ്രേരണ കൊണ്ടോ എന്തോ ഒരു ഭാഗ്യം കൊണ്ടോ അവരെവിടേക്ക് എത്തിച്ചെന്ന്? മധുശാലയുടെ മുമ്പിൽ പോയി നിന്നു. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി മിസ്. അങ്ങനെ ഉനോനെ ശരാബ് കി എക് ബോത്തൽ ഖരീദി. അങ്ങനെ ശരാബിന്റെ ഒരു ബോട്ടില് വാങ്ങിച്ചു. സാമനെ കി ദുകാൻ സെ
പൂരിയാം और ചട്നി भी खरीदी. അന്നേരം ഇന്നലത്തെ അതിനകത്ത് മിസ്റ്റേക്ക് ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്കത് ക്ലാസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ലെഫ്റ്റ് ചെയ്തത്. അതിനകത്ത് മച്ച്ലി എന്നൊക്കെ ഇട്ടേക്കുന്നത്, പക്ഷെ അങ്ങനെ ഒരു വേർഡ് ഈ പ്രേംചന്ദിന്റെ കഫന്റെ ആ ഒരു സ്റ്റോറിയിലേ ഇല്ല. മനസ്സിലായില്ലേ? അന്നേരം യഥാർത്ഥത്തിൽ ആ ദുക്കാനിൽ നിന്നും പൂരിയും ചട്നിയുമാണ് വാങ്ങിക്കുന്നത്. दोनों अपनी भूख को शांत करने लगे. बीच बीच में उन्हें कफन की भी चिंता हुई. എന്നിട്ട് രണ്ടുപേരും വിശപ്പ് രണ്ടുപേരുടെയും വിശപ്പ് ശാന്തമാവാൻ തുടങ്ങി. പക്ഷെ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് എതിരെ കുറിച്ചും ചിന്തിച്ച് കഫനെ കുറിച്ചും ചിന്തിച്ചു. ഉन्होंने सोचा कि पड़ोसी कफन का तो प्रबंध कर ही देंगे. അവര് പറയുന്നുണ്ട് അത് പൈസ കഫനുമായിട്ട് ചെന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, എന്ത് ചെയ്യും, ഈ എന്തായാലും അവരെ അടക്കിയേ പറ്റൂ, അതുകൊണ്ട് ഇനി പടോസികള് അതിനു വേണ്ടിയുള്ള ഇന്തിസാം എല്ലാം ചെയ്തോളും. ഹാ അബ്കി ബാർ ഉനെ പൈസേന. പക്ഷെ ഇനി ഒരു കാര്യമുണ്ട്, ഇനി അവർ ഒരിക്കലും ഇവരെ വിശ്വസിച്ച് ഇവരുടെ കയ്യിൽ കഫൻ മേടിക്കാനായിട്ട് പൈസ കൊടുക്കത്തില്ല. ആജ് बहुत दिनों बाद भरपेट खाने के बाद മാധവ് ने बची हुई पूरियों का पतल भिखारी को दे दी. അങ്ങനെ ഇന്ന് വയറ് നിറച്ച് ആഹാരം കഴിച്ച് എന്നിട്ട് മാധവ് എന്തോ ചെയ്ത് ആ മിച്ചമുള്ള ആ പൂരി അടുത്തിരുന്ന് ഭിഖാരിക്കും കൊടുത്ത്. जो खड़ा उनकी और भूखी आंखों से देख रहा था. അയാൾ അവിടെ നിന്ന് ഇവരെ എന്തുവാ भूखी आंखों से कौन देख रहा था? वह भिखारी देख रहा था. और उसे क्या दिया? उसे बची हुई पूरियां उसे दे दिया. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി മിസ്. മനസ്സിലായി മിസ്. അന്നേരം ഇതിനകത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. उन्होंने क्या खरीदा? बाजार से उन्होंने क्या खरीदा? नरेंद्र खरीदा शराब की एक बोतल और सामने की दुकान से पूरियाम और चटनी. और कफन, उसके बाद उन्होंने कफन के प्रबंध के बारे में उनके मन में क्या था? अगर അതിന്റെ ആൻസർ എന്തുവാ? ऐसा बुरा रिवाज है कि जी तन टकने को न मिले. അത് മറ്റേ അത് വേറെ. അതിനകത്ത് उन्होंने सोचा कि पड़ोसी कफन का प्रबंध कर ही दें. पड़ोसी कफन का प्रबंध कर देंगे, लेकिन इस बार क्या होगा? उन्हें पैसे नहीं मिलेंगे. അല്ലേ? അതാണ് എന്റെ ആൻസർ. ഇതെന്ന് പറയുന്ന പ്രേംചന്ദിന്റെ വിചാരം. ഇതും വേണമെങ്കിൽ ചോദിക്കാം. ബുരേ റിവാസ് के बारे में प्रेमचंद का अभिप्राय क्या है? അല്ലെങ്കിൽ यहाँ वे उनके मन में कौन सा अभिप्राय അല്ലെങ്കിൽ विचार उठता है? അതാണ് वो कैसा बुरा रिवाज है कि जीते जी तन ढकने को ना मिला, उसके मरने पर कफन चाहिए. മനസ്സിലായോ? പിന്നെ ഇങ്ങനെ ചോദിക്കാം. माधव ने बची हुई पूरियों को किसे दिया? भिखारी को दिया. भिखारी को दिया. ले किसी को देने के गौरव, आनंद और उत्साह का अनुभव उन्हें जिंदगी में पहली बार हुआ था. എന്നുവെച്ചാൽ ഇതുവരെ ജീവിതത്തിൽ 60 വയസ്സ് വരെ ജീസുനായിട്ടുണ്ടെങ്കിൽ പോലും, മകൻ ഇത്രയും പ്രായമായിട്ടുണ്ടെങ്കിൽ പോലും എന്തുവാ ഇതുവരെ ആർക്കും കൊടുത്തതായിട്ട് അവരുടെ ഇല്ല. അല്ലെ? എല്ലാവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് അതുപോലെ തന്നെ കഴിച്ചിട്ടുള്ള ഒരു സ്വഭാവമേ ഉള്ളൂ, അല്ല തിരിച്ചു കൊടുത്തതായിട്ട് അവർക്ക് ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്തോ കിട്ടിയത്? किसी को देने का गौरव, आनंद और उत्साह का अनुभव उन्हें जिंदगी में हुआ. मतलब पहली बार जब पूरियों की पतल भिखारी को दिया, तब क्या हुआ? किसी को देने के गौरव, आनंद और उत्साह का अनुभव उन्हें जिंदगी में पहली बार हुआ था. മനസ്സിലായത്? ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. उसके घीसू और माधव को उनके जिंदगी में पहली बार गौरव, आनंद और उत्साह कब हुआ? മനസ്സിലായോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന്റെ ആൻസർ ആണ് എന്തുവാ? भूखे हुए भिखारी को बची हुई पूरियों की पत्तल देने पर, देने पर उनकी जिंदगी में पहली बार गौरव, आनंद और उत्साह का अनुभव हुआ. മനസ്സിലായോ? മനസ്സിലായി മിസ്. ഖീസു ने कहा ले जा खूब खा और आशीर्वाद दे. അന്നേരം എന്നിട്ട് എന്താ പറഞ്ഞത്? നീ കൊണ്ടുപോയി ഇഷ്ടം പോലെ നീ വയറ് നിറച്ച് കഴിച്ചോ, പക്ഷെ നീ ആശീർവാദം കൊടുക്കണം. ആർക്ക് ആശീർവാദം കൊടുക്കണം? ആ ബുദ്ധിക്ക്. എന്ന് വെച്ചാൽ ബുദ്ധിയ കാരണമാണ് നിന്റെ ഇന്ന് വയറ് നിറഞ്ഞത്. अंत में दोनों भोजन और नशे से मस्त होकर नाचने और
गाने लगे। मधुशाला में सभी उनको देख रहे थे। वह चले भी, कूदे भी, गिरे भी, मटके भी, भटके भी और आखिरी नशे में मदमस्त होकर वह गिर पड़े। अगर कुടിച്ച് ബോസായി അവിടെ അങ്ങ് വീണ്. അവിടെ വെച്ചാണ് ഈ കഹാനി സമാപ്താവുന്നത്. മനസ്സിലായോ? മനസ്സിലായി മിസ്. മനസ്സിലായി മിസ്. ഇതിനകത്ത് ഘീസുവിന്റെ ചരിത്ര ചിത്രം എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നോക്കാവോ നിങ്ങൾക്ക്? വായിക്കണോ അത്? कफन कहानी के नायक घीसू का चरित्र चित्रण निम्नलिखित मुख्य बिंदुओं में कर सकते हैं. ഒന്നാമത്തെ अत्यंत दरिद्र, दरिद्रता से ग्रस्त पात्र हैं या दरिद्रता पीढ़ी पर घीसू जैसे पात्रों को कुछ पति हार रही हैं, कुछ परिस्थितियां और स्वयं यीशु के एक नेता ने उसको घोर दरिद्रता में रहने के लिए विवश कर दिया था. अब गरीबी सेवा दस्तक नहीं था, बल्कि उसकी सोच समझ इसी गरीबी के इर्द गिर्द चक्कर काटती प्रतीत होती है. एक अजीब किस्म का जीवन जीने के लिए वह मजबूर था. लेखक स्वयं घीसू का चरित्र चित्रण करते टिप्पणी करते हैं. വിചിത്ര ജീവൻ था उसका. घर में मिट्टी के എന്നുവെച്ചാൽ അത് അതിന്റെ ആ കോട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ടെക്സ്റ്റിന്റെ ആ ഒരു കോട്ടായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാംചോർ തഥാ അക്കർമ്മണീയ. प्रेमचंद ने घीसू के पीछे वह स्वयं जिम्मेदार होने के कारण परिस्थितियों में भी कार्य करती है. उसकी भूख, गरीबी तथा निगम के पद के पीछे एक निगम निकम्मे केटा निकम्मे होने के पीछे एक व्यवस्था कार्य करती है. यह व्यवस्था है शोषण की व्यवस्था. उसकी आलसी पद के बारे में लेखक कहते हैं, चमारों का कुनबा यहाँ और सारे गांव में बदनाम था. जो एक दिन काम करता तो 3 दिन आराम, इसलिए उन्हें कहीं मजदूरी नहीं मिलती थी. घर में मुट्ठी भर अनाज मौजूद ना था तो घीसू पेट पर चढ़कर लकड़ियां तोड़ लाता और माधव बाजार में बेचा था. जब तक पैसे रहते दोनों इधर उधर मारे मारे थे. गांव में काम की कमी ना थी. किसानों का गांव था. मेहनती आदमी के लिए 50 काम थे. എന്നുവെച്ചാൽ ജോലി ചെയ്യുന്നവർക്ക് 50 ഇഷ്ടം പോലെ ജോലി ഉണ്ടായിരുന്നു. അതാണ് 50 काम थे എന്നുള്ള. मगर इन दोनों लोगों को उसी वक्त बुलाते जब 2 आदमियों से एक का काम पाकर भी संतोष कर लेते कि सिवा कोई चारा ना होता. എന്നുവെച്ചാൽ ഇവരെ ആൾക്കാരില്ലാത്ത സമയത്ത് ഏതെങ്കിലും അടുത്ത് 2 പേരുടെ ജോലി ഉള്ള സ്ഥലത്ത് ഇവര് ഒരാളുടെ ജോലി മാത്രമേ ഉള്ളൂ. അന്നേരം ഇവരെ 2 പേരെയും വിളിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ 2 പേരുടെ ഒരാളുടെ ജോലി ആണ് 2 പേരൂടെ ചെയ്യുന്നത്. അത്രയ്ക്കും കാംചോറായിരുന്നു ഇവർ 2 പേരും. പിന്നെ അടുത്തത് പറയുന്നത് സ്വാർത്ഥി. घीसू बहुत ही स्वार्थी मनोभाव का व्यक्ति से ग्रस्त व्यक्ति है. അങ്ങനെ स्वार्थी व्यक्ति है. अपने स्वार्थ की पूर्ति के लिए वह कुछ भी कर सकता है. वह बुधिया संवेदना के पचेटा खा रही थी तो वह माधव को सहायता के लिए बेचना चाहता है. उसके पीछे उसका एक स्वार्थ है. അല്ലേ? അതിന്റെ സ്വാർത്ഥം എന്തുവായിരുന്നു? മാധവനെ എന്തിനാ വിടുന്നത്? അയാൾ പോയി കഴിഞ്ഞാൽ അത് അവന്റെ ആ പങ്കിലുള്ള ആലുവും കൂടെ കഴിക്കാമെന്നുള്ള ആ സ്വാർത്ഥതയിലാണ് ഘീസു മാധവന്റെ അടുത്ത് പോയി നോക്കാൻ പറയുന്നത്. ഇതിന്റെ ഈ പോയിന്റ്സ് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ആ നിങ്ങളുടെ ആ സാരാംശം നിങ്ങൾക്ക് തന്നില്ലേ, ആ സാരാംശം ഇന്ന് ഈ ആൻസർ അങ്ങ് എഴുതിയാൽ മതി. മനസ്സിലല്ലേ? അത്യന്ത നിർദ്ദയായിരുന്നു, സ്വാർത്ഥിയായിരുന്നു ഘീസു. പിന്നെ നഷാഖോർ ഇല്ലേ, അവസാനം പോയി കുടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്നേരം ഇത്രയും കാര്യങ്ങളാണ് ഘീസുവിന്റെ ചരിത്രനെ കുറിച്ച് പറയുന്നത്. അന്നേരം ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഘീസുയുടെ ചരിത്ര ചിത്രനില് അന്നേരം ഈ കഹാനി എന്ന് പറയുന്ന യഥാർത്ഥവാദിയാണ്. അത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കഫൻ കഹാനി കിസ് പ്രകാർ की कहानी है. അന്നേരം എന്താണ് അതിന്റെ ആൻസർ? യഥാർത്ഥവാദ് കഹാനി है. കണ്ടോ?
उनकी कफन कहानी भी यथार्थवाद पर आधारित है। इस कहानी में घीसू एक प्रमुख पात्र है जो परिवार की मुखिया है। ഇതിനകത്ത് घीसू का चरित्र अत्यंत दरिद्र, कमजोर तथा अकर्मणीय, स्वार्थी, അത്യന്ത നിർദ്ദയി, നശാഖോർ. ഇത്രയും പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അത് ഇത്രയും പോയിന്റ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആ സാരാംശില്ലേ, ആ സാരാംശിന്ന് നിങ്ങൾക്ക് ആൻസർ എടുത്ത് എഴുതിയാൽ മാത്രം മതി. നിങ്ങൾക്കെല്ലാം ആൻസർ കിട്ടും. അല്ലാതെ ഇത് വായിച്ചിട്ട് നിങ്ങൾ എഴുതണമെന്നൊന്നും ഇല്ല. മനസ്സിലായോ? മനസ്സിലായി മിസ്. മിക്കവാറും ഇതിന്റെ സാരാംശമൊക്കെ ആയിരിക്കും എസ്സേയിൽ ചോദിക്കുന്നത്. ചരിത്രചിത്രം ചിലപ്പം അവര് 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിലായിരിക്കും ചോദിക്കുന്നത്. അന്നേരം ഈ പറയുന്ന പോലെ ഈ പോയിന്റ്സ് എഴുതിയിട്ട് ഈ പോയിന്റിനകത്ത് 1-2 സെന്റൻസിൽ ആൻസർ എഴുതിയാൽ മതി കേട്ടോ. വലിച്ചു വാരി ഒന്ന് 4 മാർക്കിന് എഴുതണ്ട, എസ്സേ പോലൊന്നും എഴുതി വെക്കല്ലേ. കഫൻ മനസ്സിലായ എന്താണെന്ന്? കഫൻ കഹാനി. മനസ്സിലായി മിസ്. അന്നേരം ഇതിന്റെ ഇതും കൂടെ ഞാൻ ഷെയർ ചെയ്തിടാം. അതുപോലെ തന്നെ നാളെ നിങ്ങൾ ക്ലാസ് കാണത്തില്ല. അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാവല്ലേ? എന്തോ കാരണം? നാളെ വെബിനാർ ഉണ്ട്. അന്നേരം എല്ലാരും വെബിനാറിന് ഇന്നത്ര 44 പേരാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ക്ലാസ്സിൽ യഥാർത്ഥത്തിൽ 53 പേരുണ്ട്. പക്ഷെ 53 പേര് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങളുടെ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യുന്നതായിട്ട്. അന്നേരം ഈ മാക്സിമം നിങ്ങൾ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യണം. നാളെ 10 മണിക്കാണ്, 9:30-ക്കൊക്കെ ലിങ്ക് ഇടും. അന്നേരം ഇന്റർനാഷണൽ വെബിനാറാ. നിങ്ങൾക്ക് മെയിൽ ID ഒക്കെ കാണുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഉണ്ട് മിസ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ? രജിസ്റ്റർ ചെയ്തോ വെബിനാറിന്? ആ രജിസ്ട്രേഷന്റെ ഒരു ഇതും കൂടെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ലായിരുന്നോ? അയച്ചു തന്നിട്ടുണ്ട് മിസ്സേ. അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ആയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് ഇന്റർനാഷണൽ വെബിനാർ അറ്റൻഡ് ചെയ്തെന്നും പറഞ്ഞു. മനസ്സിലായോ? മനസ്സിലായി മിസ്. അതുകൊണ്ട് നിങ്ങളുടെ മെയിൽ ID വെച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. രജിസ്റ്റർ ചെയ്യുന്ന മാത്രമല്ല, നിങ്ങൾക്ക് അവസാനം വരെ ഇരുന്നാൽ മാത്രമേ ആ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കിട്ടൂ. എന്ന് വെച്ചാൽ അതിന്റെ അവസാനം നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് ഫോം എന്നും പറഞ്ഞിടും. അറിയാവോ നിങ്ങൾക്കത്? ആ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ലാസ്റ്റ് വരെ ഇരിക്കണം. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് എവിടെ ചെന്നാലും നല്ല വാല്യൂ ഉള്ളത്. അത് ഇന്റർനാഷണൽ വെബിനാറിൻ്റെത്. ഞങ്ങളുടെ ഒന്നും സമയത്ത്, ഡിഗ്രി സമയത്തൊന്നും വെബിനാറോ അല്ലെങ്കിൽ സെമിനാറോ ഒന്നും ഞങ്ങൾക്ക് കയറാനും പറ്റിയിട്ടില്ല. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റില്ല. നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരാണ് ഇങ്ങനത്തെ സെമിനാറും വെബിനാറും ഒക്കെ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാവരും നാളെ 9:30-ക്ക് ജോയിൻ ചെയ്യണം. നാളെ വേറെ ഒരു ക്ലാസ്സും കാണത്തില്ല. ഇംഗ്ലീഷിന്റെ വല്ലതും ക്ലാസ്സും ഉണ്ടെങ്കിൽ ആ ടീച്ചർമാരുടെ അടുത്ത്, നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ അടുത്ത് പറയണം ആ ടീച്ചറിനെ ഒന്ന് ഇൻഫോം ചെയ്യാനായിട്ട് കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് ഇപ്പൊ ക്ലാസ് ഇല്ല. നാളെ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇല്ല. ഇല്ല, ഇപ്പോഴൊന്നും ക്ലാസ് ഇല്ല അതിന്റെ. ഇംഗ്ലീഷിന്റെ ക്ലാസ് തീർന്നോ നിങ്ങൾക്ക്? ഇല്ല, ഇപ്പൊ എടുക്കുന്നില്ല മിസ്സേ. ശരി ശരി. അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ വിചാരിച്ചു ക്ലാസ് എടുക്കുന്നുണ്ടെന്ന്. തീരാനുണ്ടോ അതിന്? തീരാനുണ്ട് മിസ്സേ. ഒത്തിരി ഉണ്ടോ? മിസ് ഉണ്ട്. എത്ര മൊഡ്യൂൾ തീർത്തിട്ടുണ്ട്? ടോട്ടൽ എത്ര മൊഡ്യൂളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള? അറിയാവോ കാർത്തിക? ഓമിഷൻ പറഞ്ഞെന്തില്ല മിസ്സേ, ടെക്സ്റ്റില് 17 ചാപ്റ്റർ കിടക്കുന്നുണ്ട്.
17 ചാപ്റ്ററിൽ എത്ര ചാപ്റ്റർ എടുത്ത്? 2 ചാപ്റ്റർ എടുത്ത്. 2 പതിനേ- ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. 2 2 മാത്രമേ ഉള്ളൂ. 17 2 ചാപ്റ്റർ. അങ്ങനെ ഒമിഷൻ ആണെങ്കിൽ അങ്ങേറ്റം പോയ 3-4 ഒമിഷൻ അല്ലേ കാണത്തുള്ളൂ. എല്ലാം ഒന്നും ഒമിഷൻ കാണത്തില്ലല്ലേ? ഇല്ല. നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞില്ലേ നിങ്ങളുടെ ഇംഗ്ലീഷ് എടുക്കുന്നില്ലെന്നുള്ളത്? വീണ മിസ്സിനോട് പറഞ്ഞായിരുന്നു. ശരി, ഞാൻ ഇത് ആദ്യമായിട്ടാണ് അറിയുന്നത്. ഞാൻ ഒന്ന് തിരക്കട്ടെ എന്താ കാര്യം ഇംഗ്ലീഷ് എടുക്കാത്തെന്നുള്ളത് കേട്ടോ. ശരി, എന്നാ താങ്ക് യു. നാളെ എല്ലാരും വെബിനാറിന് ജോയിൻ ചെയ്യണം കേട്ടോ, കമ്പൽസറി ആയിട്ട്. ഓക്കെ മിസ്. ഓക്കെ മിസ്. ഓക്കെ മിസ്.